ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ആയിട്ട്. ഈ രാവിലത്തെ തിരക്കുകളിൽ വീഡിയോ എടുക്കാൻ പറ്റലില്ല കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ദോശ ആയതുകൊണ്ട്, ദോശയല്ല ഇഡ്ഡലിയാണ്. അപ്പോൾ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ ഒരു മാവ് മതിയല്ലോ, ആ ഒരു ഇതിൽ പറഞ്ഞതാട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ദോശക്ക് അരച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ, അപ്പം അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. ഇല്ല തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കൾക്ക് ട്യൂഷനും ഒക്കെ കൂടെ ആയതുകൊണ്ട് രാവിലെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് രാവിലെ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തതാട്ടോ. ഇതാണെങ്കിൽ നല്ലോണം നിറച്ച് വന്നിട്ടുണ്ട്, നമ്മളെ ദോശമാവ് നല്ലോണം നിറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. രാവിലെ നീച്ച് വരുമ്പോൾ നിറച്ച് വന്ന മാവ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഒരു ഇറങ്ങാറാണല്ലോ മാവ് ശരിയായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇന്ന് നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എപ്പിസോഡൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിരുന്നു. പിന്നെ നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ ഇടക്കൂല, അങ്ങനെ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് നന്നായി കിട്ടിയിരുന്നു. അങ്ങനെ ചെയ്താലും ഇടക്കൊന്നും ശരിയാവില്ല കേട്ടോ. പിന്നെ ചിലപ്പോഴാണെങ്കിലോ നിറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് അതൊന്നുമില്ല, നല്ലൊരു ദിവസമായത് കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും പറ്റി. ഇനിയിപ്പോൾ കറിക്കുള്ള ഉള്ളി തൊലിക്കുകയാണ്. സവാള അരിഞ്ഞിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ 2-3 കുറച്ച് പാർട്സ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാനാണ്. തേങ്ങ അരക്കണമൊന്നുമില്ല, വെറും ഒരു മുളക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഇങ്ങനെയാണ്: സവാള അരിഞ്ഞിട്ട് വാട്ടിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പിന്നെ ചിക്കനോട്ട് അങ്ങനെ വേവിച്ചെടുക്കും കേട്ടോ. ഈ സവാളൻ്റെ പകുതിയെ ഞാൻ എടുക്കുള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ ചിക്കൻ കറി. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ എവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളെ മാങ്ങ കഴിയാനായിട്ടോ വീട്ടിലത്തെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞങ്ങളും പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ ജ്യൂസ് അടിച്ചിട്ടും അങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം മാങ്ങ പിന്നെ കുറേ കാലം എടുത്തേക്കാൻ പറ്റൂലല്ലോ, അപ്പോൾ കേടും വരും. അത് വിചാരിച്ചിട്ട് ഇനിയും തന്നെ ഉള്ളൂ കേട്ടോ, ഈ 4-5 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അന്ന് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ മാമ്പഴം കഴിയുമ്പോഴത്തേന് ഒരു വട്ടം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉള്ളി എരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ സവാളൻ്റെ പകുതിയാണ് ഞാൻ ഈ ഒരു കറിക്ക് ചേർക്കുന്നത് കേട്ടോ. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ വാട്ടിയെടുക്കുക കേട്ടോ. ചെയ്യാൻ വെളിച്ചെണ്ണയിലാട്ടോ വാട്ടുക. പിന്നെ രാവിലത്തെ പരിപാടികളൊക്കെ ഗ്യാസ് തന്നെ കേട്ടോ ചെയ്യല്. ഗ്യാസ് ലാഭിക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് രാവിലത്തെ ചായയും കൂടിയൊക്കെ ഗ്യാസ് തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. അല്ലാതെ രാവിലെ അടുപ്പ് കത്തിക്കാൻ നിന്നാലൊന്നും ശരിയാവില്ല കേട്ടോ, സമയം കിട്ടൂല. രാവിലെ ഒരു തിരക്ക് പിടിച്ച ഒരു സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഒഴിവും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഗ്യാസ് മേലെ എളുപ്പം അങ്ങനെ ചെയ്യൂട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈസി കുക്കിലും ചെയ്യും. അങ്ങനെ ഇതാ ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തക്കാളിൻ്റെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കനം കുറച്ചിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു മിക്സിയിൽ അരയണ തന്നെയല്ല കേട്ടോ. അപ്പോൾ അതിന് അരങ്ങിയത് നോക്കിയെടുക്കുകയാണ്. ബാക്കി കുറേ കഷ്ണങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. ഇഞ്ചിൻ്റെ വെളുത്തുള്ളി അതുപോലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ബീഗാർഡിൻ്റെ മിക്സി ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വാങ്ങിയിട്ട് കുടുങ്ങിപ്പോയൊരു മിക്സിയാണ് കേട്ടോ. അപ്പോൾ ഇനി ആരും ഇത് വാങ്ങരുതേന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് വാങ്ങിയിട്ട് പാളിപ്പോയൊരു മിക്സിയാണ്. അപ്പോൾ ഇതിൽ ഏതൊരു ജാറിലാണേലും പൊടിയാനും അരയാനൊക്കെ പണിയാട്ടോ. തീരെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മിക്സിയാണ്. ഇനി ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ സുജാതൻ്റെ മിക്സി വാങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് അരഞ്ഞതൊക്കെ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പടച്ച് വെച്ചിട്ടുണ്ട്. അടപ്പ് തിരിച്ച് വെച്ചിട്ടാണ് കേട്ടോ അടച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വിസിലിട്ടിട്ടൊക്കെ അടച്ച് വെച്ചാൽ ഉള്ളിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് അടപ്പൊന്ന് വെച്ചെടുത്തതാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് അത് വേവും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് മാറ്റിയാണ്. ഇനി ചൂടാറിയതിന് ശേഷം കേട്ടോ ഇന്ന് എടുക്കുള്ളൂ. ഇനിയിപ്പോൾ ഇതാ കറിക്കുള്ള ഉപ്പ്, മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, ഗരം മസാല അത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് കറി ഉണ്ടാക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ചിക്കൻ കറി ഉണ്ടാക്കൽ? ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകൾ അതിൽ ഇട്ട് കൊടുക്കലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ല ഉണ്ടാക്കൽ? എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെയാണ് ചെയ്യൽ വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊടികളൊക്കെ അതിലേക്കിട്ട് വെള്ളം ഒഴിച്ച്
ചിക്കൻ്റെ പാർട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനെപ്പോൾ ചിക്കൻ കിട്ടുമ്പോഴും ഇന്ന് പാർട്സുകളോടെ മാറ്റി വെക്കൂട്ടോ. ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടു. പിന്നെ ഇഡ്ഡലി തട്ടുന്ന ഇഡ്ഡലിയൊക്കെ മാറ്റിയാണ്. അപ്പോൾ ഈ ഇഡ്ഡലി പെട്ടെന്ന് അത് കിട്ടൂല കേട്ടോ. ഇന്ന് എങ്ങനെ ഓയിലാക്കിയാലും കിട്ടണില്ല കേട്ടോ. എൻ്റെ ഇഡ്ഡലി തട്ടിൻ്റെ പ്രശ്നമാവും. ചിലപ്പോൾ കുറച്ച് പഴക്കമുണ്ട് കേട്ടോ തട്ട്. അതുകൊണ്ടാണ് എന്താ അറിയില്ല. ഇത് അലുമിനിയത്തിൻ്റെ തട്ടാണ്. ഞാനിതിൽ ഓയിലാണ് ആക്കി കൊടുക്കൽ. പിന്നെ കുറേ മുന്നേ ബട്ടറൊക്കെ ആക്കി നോക്കിയിരുന്നു. അപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ കേട്ടോ. പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയിട്ടില്ല. കിട്ടലൊക്കെ ഉണ്ട്. ഇടക്ക് അങ്ങനെ ഒരു ഒറ്റപ്പിടിക്കലാണ്. ചൂടോടെ എടുക്കാൻ കിട്ടൂലല്ലോ വിചാരിച്ചിട്ട് കുറച്ച് നേരം തണുക്കാൻ വെച്ചതിന് ശേഷമാണ് എടുത്ത് മാറ്റണം കേട്ടോ. കുറച്ച് എന്താ പറയുക, ബലം പിടിച്ചിട്ടൊക്കെ അങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് എടുത്തത്. എന്നാലും ആ ഒരുവിധമൊക്കെ കിട്ടി. പിന്നെ കുറച്ചൊക്കെ ഒട്ടി പിടിക്കുകയും ചെയ്തു. നല്ല രീതിക്ക് തന്നെ എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെയാണ് ഞാൻ ആക്കുള്ളത്. ഇനി അതുകൊണ്ടാണോ കിട്ടാത്തതെന്നറിയില്ല. ഓയിലാക്കിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ബട്ടർ ആക്കി നോക്കി, അപ്പോഴും തന്നെ അവസ്ഥ. കുറച്ചൊട്ടി പിടിക്കും, ബാക്കി ഇങ്ങനെ കിട്ടും. അങ്ങനെ എന്താണ് ക്ലിയർ ആയിട്ട് പോരില്ല, അതാണ് സംഭവം. അപ്പോൾ ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ കുറച്ച് മാവ് അവിടെ എടുത്ത് വെക്കൂട്ടോ നാളേക്ക് ദോശക്ക്. അപ്പോൾ 2 ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കി, 2 തക്കിലും കൂടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള മാവ് എടുത്ത് വെക്കുകയാണ്. ഇനി നാളെ ഉണ്ടാക്കുമ്പോൾ ദോശ ഉണ്ടാക്കുക. ഒരു മാറ്റം വേണ്ടേ? ഇനി നാളെയും ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, ഒരു മടുപ്പില്ലായിരിക്കും. ഇന്നും നാളെ ഇഡ്ഡലി ആകുമ്പോൾ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആണെങ്കിൽ നാളെ ദോശ, അങ്ങനെയാട്ടോ ഞാൻ ചെയ്യൽ. അപ്പോൾ ആ മാവ് അവിടെ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി മക്കൾക്ക് ചായ കൊടുക്കുകയാണ്. അതൊക്കെ ട്യൂഷന് പോകാനാകുമ്പോഴത്തേന് ചായയും കടിയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നോക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനത്തെയൊക്കെ ഓൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ തരും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ മസാലകളൊന്നും ഇല്ലാത്ത, എന്നാൽ അത്യാവശ്യത്തിന് എന്തേനും അങ്ങനെ ഒരു കറി കേട്ടോ. അപ്പോഴേക്കും ഇമ്മ ഉള്ളി തൊഴിക്കാനിരുന്നിട്ടുണ്ട്. ഈ ഉള്ളിയിൽ ഞാൻ വലിയൊരു തിരഞ്ഞെടുത്ത് തൊലിക്കും കേട്ടോ. പിന്നെ ബാക്കി ചെറിയ ഉള്ളികളാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഉമ്മ ഇരുന്ന് തൊലിക്കും. ഈ നുള്ളാരമ്പണിയൊക്കെ നമുക്ക് ഭയങ്കര റിസ്ക്കാണല്ലോ. അതിനൊക്കെ ഇരിക്കുക പറഞ്ഞാൽ സമയം പോവും. അപ്പോൾ ഇമ്മ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ, ഉള്ളി തൊലിക്കലൊക്കെ. പിന്നെ കൈപ്പക്ക ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നുറുക്കുകയാണ്. അപ്പോൾ കൈപ്പക്കൻ്റെ ഉള്ളത്തെ ഈ സംഭവമൊക്കെ ഞാൻ കളയും കേട്ടോ. പുറത്തത്തെ മാത്രമേ എടുക്കുള്ളൂ. ഉള്ളത്തെ കുരുവും ചോറ് ഈ ചണ്ടിയൊക്കെ ഒഴിവാക്കും കേട്ടോ. അപ്പോൾ ഇമ്മ അറിയും കൈപ്പക്കൻ്റെ തോലി മാത്രമാണ് ഇഞ്ചി വെക്കണത് എന്ന് പറയട്ടോ. പക്ഷേ അത് വെച്ചാലേ ഉള്ളൂ കാര്യം. അത് വെച്ചാൽ എല്ലാവരും കഴിക്കുള്ളൂ. അല്ലെങ്കിൽ കുരുവൊക്കെ അതിൽ ഇട്ടിട്ട് എന്തിനാ, അതൊന്നും ആരും തിന്നൂലല്ലോ, ഒഴിവാക്കൂലേ. പിന്നെ അപ്പോൾ വെറുതെ നമ്മൾ വേവിച്ചെടുത്തിട്ട് എന്താ ഉപകാരം. അപ്പോൾ ഞാനതൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അങ്ങനെ കുക്കറിൽ വേവിക്കലാട്ടോ. പിന്നെ കുറച്ച് മാങ്ങ എടുത്തിട്ട് എന്താണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊലിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പീലർ കൊണ്ടാട്ടോ തൊലി കളയാൻ. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ ഇതുകൊണ്ട് തൊലി കളയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തൊലിൻ്റെ ഒപ്പം കഷ്ണവും പോരും. അപ്പോൾ കുറച്ച് പഴുത്തിട്ടുള്ളൂ മാങ്ങ, വലിയ പഴുപ്പില്ല. മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റിയ മാങ്ങ കിട്ടുന്നില്ല. ആവശ്യത്തിന് പുളിയുണ്ട്, എന്നാൽ മധുരമുണ്ട്. അങ്ങനെ 3 എടുത്തിട്ടുണ്ട്. അങ്ങനെ അതവിടെ തൊലി കളഞ്ഞ് വെച്ചു. അപ്പോഴേക്കും നമ്മൾ ചോറിനുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഏത് മഴയത്തും തണുത്ത വെള്ളം കുടിക്കണ ആളാട്ടോ ഞാൻ. മഴ പെയ്താലും ഞാൻ തണുത്ത വെള്ളം കുടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്.